ഞാൻ ഗുരുവനത്തിലെ സ്വാമി നിത്യാനന്ദ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴി. അപ്പോൾ ഇതിലേ പോകുന്ന സമയത്ത് പക്ഷികളെ ശബ്ദവും കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നമുക്ക് പോകാൻ പറ്റും. നല്ലൊരു വൈബ് പ്ലേസാണ്. ശുദ്ധവായു എല്ലാം ശ്വസിച്ച് നമുക്ക് ഒരു കാടിൻ്റെ ഇടയിലൂടെ പോകുന്ന കണക്കത്തെ ഒരു ഫീൽ കിട്ടും. പിന്നെ ഓരോരോ സ്ഥലത്ത് നിശബ്ദത പാലിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അത്രയും ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എവിടെയെങ്കിലും വന്നിരുന്നാൽ മതി, നല്ല സുഖമാണ്. പിന്നെ ആശ്രമത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മേലേക്ക് സ്റ്റെപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് എത്തണം. അപ്പോൾ ഞാൻ പോയത് ഏകദേശം ഉച്ച സമയമായിരുന്നു, അതുകൊണ്ട് നടയൊന്നും തുറന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവിടെയെല്ലാം നല്ല ചൂടായിരുന്നു. ഈ വെള്ളം എന്ന് പറയുമ്പോൾ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത് നിൽക്കില്ല, അത് വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ഒഴുകി. അത് വേനൽക്കാലമായാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ വെള്ളം അതും മലേൻ്റെ മുകളിൽ നിന്ന് വരുന്നതാണ്. അതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വേനൽക്കാലത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് തീരൂല അങ്ങനെ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ശബ്ദവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മൊത്തം ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കിങ്ങനെ വെറുതെ ഇരിക്കാനും കുറച്ച് ആശ്വാസം കിട്ടാനും വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട് ഇവിടെ എല്ലാം വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അപ്പം ആശ്രമത്തിൻ്റെ ഇതാണ് ഒരു സെൻട്രായിട്ടുള്ള പോയിൻ്റ് വരുന്നത്. ഇതാണ് മെയിൻ. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പം പ്രത്യേകിച്ചൊരു തണുപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് സ്വാമീൻ്റെ കുറേ ഫോട്ടോയും കാര്യങ്ങളെല്ലാമാണ് അന്നത്തെ കാലത്തെടുത്തത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ അന്നത്തെ പിക്ചർ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം. പിന്നെ അങ്ങനെ കുറേ പിന്നെ ഇവിടെ കുറേ ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് വരുന്നവർക്ക് വായിച്ചിരിക്കാൻ പറ്റിയ ബുക്ക് കാര്യങ്ങളാണ്. ഇവിടെ വന്നിട്ട് അധികം ഒച്ചയൊന്നാക്കാൻ പാടില്ല, ഒരു ശാന്തമായിട്ടുള്ള സ്ഥലം. ഇപ്പം നട അടച്ചിട്ടായില്ലേ, കണ്ടാൽ നമുക്ക് ഇതിലൂടെ ചെറുങ്ങനെ കാണാൻ പറ്റും. അതായത് രാവിലെ 12 മണി വരെ നട തുറന്നിട്ടുണ്ടാവും, പിന്നെ തുറക്കുന്നത് 5:30 ആവും. 5:30 വരെ കാത്തിക്കണം. എനിക്കതിന് സമയം ഉണ്ടായിട്ടാ. അതുകൊണ്ട് ഞാൻ വന്നത് ആ ഒരു 2 മണി 3 മണി ആ ടൈമിലാണ്. അപ്പം രാവിലെ 12 മണി വരെ തുറന്നിട്ടുണ്ടാവും. അത്ര വരെ നമുക്ക് തുറന്നത് കാണാൻ പറ്റും. പിന്നെ ഒരു 5:30 ആവണം അടുത്തത് തുറക്കണമെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഇടയിലേക്കൂടെ മേലേക്ക് കയറാനുള്ള വഴിയുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ചെറിയൊരു പാടുണ്ടാവും, പക്ഷേ കുഴപ്പമില്ല. ഇതിൻ്റെ മുകളിൽ കയറി കയറിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വാമി മുമ്പ് ധ്യാനിക്കാനിരുന്ന ഗുഹ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വീഡിയോ ഷൂട്ടിംഗ് അലൗഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൗഡ് അല്ല എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എനിക്ക് കാര്യമായിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഹ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ മണങ്ങിയിട്ട് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അത് കുറച്ച് റിസ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്കേ ഇല്ലൂ. ഒന്നിച്ച് 2-3 ആളുണ്ടെങ്കിൽ പോകായിരുന്നു. ഒറ്റയ്ക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. ഓക്കെ, കുറച്ച് അങ്ങോട്ട് വലിയ കാര്യങ്ങളും മുമ്പ് കുറേ ആൾ പോകുന്ന വീഡിയോ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പശുവിൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഗംഗാതീർത്ഥം എന്ന പറയൽ. ഇത് നോക്കും, നല്ല നീറ്റായിട്ടുള്ളത്. ഇത് കുടിക്കുന്നുണ്ട്, മുഖമെല്ലാം കഴുകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.